വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ച് മുകേഷ് എം.എൽ.എ രംഗത്തെത്തി. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഗംഭീരമായി പൂർത്തിയാക്കിയെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇനിയും ജനവിധി തേടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനസേവനം നടത്താൻ എം.എൽ.എ പദവി നിർബന്ധമല്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തനത്തിനൊപ്പം തന്നെ തന്റെ സിനിമാ കരിയറും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ യുവനേതാക്കളെ മുൻനിർത്തിയുള്ള വലിയൊരു അഴിച്ചുപണിക്കാണ് CPIM ഒരുങ്ങുന്നത്. വോട്ടർമാരിലും പ്രവർത്തകരിലും പുതിയ ആവേശം നിറയ്ക്കാൻ യുവരക്തത്തിന് കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി പ്രധാന യുവനേതാക്കളെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചുവരികയാണ്. കൊല്ലം മണ്ഡലത്തിൽ ചിന്താ ജെറോമിന്റെ പേര് സജീവമായി ഉയർന്നുകേൾക്കുന്നുണ്ട്. DYFN നേതാക്കളായ വി വസീഫിനെ എലത്തൂരിലോ കുന്നമംഗലത്തോ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. KK ശൈലജ മത്സരരംഗത്തില്ലെങ്കിൽ മട്ടന്നൂരിലായിരിക്കും സനോജിന് മുൻഗണന. SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു തവനൂരിലും PM.R. ഷോ ഷൊർണൂരിലും ജനവിധി തേടിയേക്കും. എലത്തൂർ മണ്ഡലം NCPയിൽ നിന്ന് ഏറ്റെടുക്കുന്നതടക്കമുള്ള നിർണായക നീക്കങ്ങളും CPIMന്റെ പരിഗണനയിലുണ്ട്.